Dear students, welcome to Learner's World. In this video, I'm going to talk about Me, Myself, Matanjiri by Anitha Thambi, MDC Humanities, 3rd semester, Calcutta University. Summary of Me, Myself, Matanjiri by Anitha Thambi. Anitha Thambi's Me, Myself, Matanjiri is a deeply personal reflection on the poet's creative and emotional journey through the vibrant town of Matanjiri in Kochi, Kerala. Me, Myself, Matanjiri എന്ന് പറയുന്നത് അനിത തമ്പിയുടെ ഒരു ആർട്ടിക്കിളാണ്. ഇതിൽ പറയുന്നത് കേരളത്തിലെ കൊച്ചിയിലെ മട്ടാഞ്ചേരി അവർ സന്ദർശിച്ച സമയത്ത് അവർക്കുണ്ടായിട്ടുള്ള വൈകാരികപരമായിട്ടുള്ള ഒരു അനുഭവങ്ങൾ ആണ് ഇതിലൂടെ പങ്കുവെക്കുന്നത്. The essay reveals how the author, through her encounters with the people and spaces of Matanjeri, discovered a new sense of belonging, purpose and inspiration for her writing. ഈ ഒരു എസ്സേ വെളിപ്പെടുത്തുന്നത് നമ്മുടെ എഴുത്തുകാരിക്ക് അവിടെ മട്ടാഞ്ചേരിയിലുള്ള ആളുകളുമായിട്ട് കണ്ടുമുട്ടിയ സമയത്ത്, ആളുകളുമായിട്ട് മീറ്റ് ചെയ്ത സമയത്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് അവർക്ക് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് അവർ കണ്ടെത്തി. അതുപോലെ അവരുടെ എഴുത്തുകളിൽ ഒരു ഇൻസ്പിരേഷൻ, ഒരു പ്രചോദനം ഇതിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. Anitha Thambi first came to Matanjeri as part of an art and poetry project titled Matanjeri Vastathina, curated by Riaz Como. അപ്പോൾ അവരാദ്യമായിട്ട് മട്ടാഞ്ചേരിയിലേക്ക് വരുന്നത് ഒരു ആർട്ട് ആൻഡ് പോയട്രി പ്രൊജക്റ്റ് ആയിട്ടുള്ള മട്ടാഞ്ചേരി വസത്തിണ ക്യൂറേറ്റഡ് ബൈ റിയാസ് കോമു അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇനീഷ്യലി ഷി അറൈവ്ഡ് ആസ് എ വിസിറ്റർ ഇൻറ്റൻഡിങ് ഓൺലി ടു റൈറ്റ് ഫ്യൂ പോംസ്. തുടക്കത്തിൽ അവർ ഒരു വിസിറ്ററായിട്ടാണ് അവിടെ എത്തിയത്. കുറച്ച് കവിതകൾ എഴുതണം എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു എക്സ്പീരിയൻസ് ഓഫ് ദ പ്ലേസ് ട്രാൻസ്ഫോംഡ് ഹർ പേഴ്സ്പെക്റ്റീവ്. പക്ഷേ അവിടെ എത്തിയതും അവിടുത്തെ ആളുകളുമായിട്ട് മീറ്റ് ചെയ്ത സമയത്ത് അവരുടെ ആ ഒരു അനുഭവത്തിൽ നിന്ന് അവരുടെ പേഴ്സ്പെക്റ്റീവ് തന്നെ മാറി എന്നാണ് പറയുന്നത്. അവരുടെ ആ ഒരു ചിന്താഗതി തന്നെ മാറി. വെറും ഒരു കവിത എഴുതുക എന്നുള്ള ഒരു ലക്ഷ്യം മാറി എന്നാണ് പറയുന്നത്. Matanjeri, with its ancient godowns, narrow alleys and layered histories, appeared to her as a fabled land, a place where multiple communities, religions and occasions exist peacefully. മട്ടാഞ്ചേരി എന്ന് പറയുന്നത് അവിടെ ഒരുപാട് പ്രാചീന കാലത്തുള്ള ഗോഡൗണുകളുണ്ട്, പഴയ ഗോഡൗണുകളുണ്ട്, അതുപോലെ ഇടുങ്ങിയ ഇടവഴികളുണ്ട്, അതുപോലെ ചരിത്രമുറങ്ങുന്ന പാളികളുണ്ട്. അവിടെ അനിത തമ്പി അതിനെ വിളിച്ചത് ഫാബിൾഡ് ലാൻഡായിട്ടാണ്. അതായത് ഒരു ഐതിഹാസികമായിട്ടുള്ള ഒരു ഭൂമിയായിട്ടാണ്. അവിടെ മൾട്ടിപ്പിൾ കമ്മ്യൂണിറ്റീസ്, പലതരത്തിലുള്ള സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്, പല മതത്തിൽപ്പെട്ടവരുണ്ട്. എല്ലാവരും വളരെ സമാധാനപരമായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. ദ പോയറ്റ് വാസ് fascinated by this unique diversity and shared humanity which she felt symbolized what Kerala and the world could aspire to be. ഇപ്പോൾ പോയിട്ട് വളരെ ഫാസിനേറ്റഡ് ആകുന്നുണ്ട് ഇവിടുത്തെ ഈ ഒരു യൂണീക്കായിട്ടുള്ള ഡൈവേഴ്സിറ്റി. പല സമുദായത്തിൽപ്പെട്ട, പല മതത്തിൽപ്പെട്ട ആളുകൾ വളരെ പീസ്ഫുള്ളായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ഷെയർഡ് ഹ്യൂമാനിറ്റി അതിൽ പോയിട്ട് ഫാസിനേറ്റഡ് ആണ്. She was not born there. Anitha Thambi found in Matanjeri a reflection of the warmth and openness of her own childhood in Alappuzha. അനിത തമ്പി അവിടെയല്ല ജനിച്ചത്, മട്ടാഞ്ചേരിയിലല്ല, ആലപ്പുഴയിലാണ് ജനിച്ചത്. പക്ഷേ ആലപ്പുഴയിലുള്ള ആ ഒരു ചൈൽഡ്ഹുഡ് വാംത്ത് ആൻഡ് ഓപ്പൺനെസ്, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു മെമ്മറി അവർക്ക് ഈ ഒരു മട്ടാഞ്ചേരിയിൽ കാണാൻ കഴിയുന്നുണ്ട്. Immersing herself in its people and stories, she began to feel like a native of this town. അപ്പോൾ ഈ ഒരു അവിടുത്തെ ആളുകളുമായിട്ട് കണ്ടുമുട്ടി അവരോട് സംസാരിച്ച് അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്ത് അങ്ങനെ അവിടുത്തെ ഒരു നാറ്റീവായിട്ട് മാറി, ആ ഒരു മട്ടാഞ്ചേരിയിലൊരു നാട്ടുകാരിയായിട്ട് മാറി എന്നാണ് പറയുന്നത്. The experience gave her a renewed creative energy, helping her overcome the stagnation she felt in her writing and life. ഇത് വല്ലാത്തൊരു അനുഭവമായിരുന്നു അവരുടെ ജീവിതത്തിൽ. അതായത് നല്ലൊരു ഊർജം അവർക്ക് ഇതിലൂടെ കിട്ടി. അതായത് അവരുടെ ജീവിതത്തിലും അവരുടെ എഴുത്തിലും ഒരുപാട് ഒരു നിശ്ചലാവസ്ഥ ഉണ്ടായിരുന്നു. അതിനൊക്കെ മറികടക്കാൻ ഈ ഒരു എക്സ്പീരിയൻസ് ഹെൽപ്പ് ചെയ്തു. The author realized that writing about Matanjeri required more than observation. It demanded empathy and respect for its people. അപ്പോൾ പിന്നീട് എഴുത്തുകാരി മനസ്സിലാക്കുകയാണ് മട്ടാഞ്ചേരിയെക്കുറിച്ചിട്ട് അതായത് ജസ്റ്റ് ഒരു നിരീക്ഷണത്തിൻ്റെ പുറത്ത് എഴുതാൻ കഴിയില്ല. അതായത് ഒരു ഒബ്സർവേഷൻ്റെ അപ്പുറമാണ് മട്ടാഞ്ചേരി എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു നിരീക്ഷണത്തിൻ്റെ പുറത്ത് മട്ടാഞ്ചേരിനെ കുറിച്ചിട്ട്
എഴുതുന്നതിന് പകരമായിട്ട് നമ്മൾ അവിടുത്തെ ആളുകളെ ബഹുമാനിക്കുകയും അവരോട് സ്നേഹം കാണിക്കുകയും ഒക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. She felt that merely composing a few poems would be disrespectful and unethical, as each meeting with the town's residents became an intimate encounter of body and soul. അതുപോലെ നമ്മുടെ എഴുത്തുകാരിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, അതായത് ഒരു വെറുതെ കുറച്ച് കവിതകൾ എഴുതുക എന്ന് പറയുന്നത് വളരെ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള അണെത്തിക്കലായിട്ടുള്ള കാര്യമാണ്. അതിന് പകരമായിട്ട് നമ്മൾ അവിടുത്തെ ആളുകൾ മീറ്റ് ചെയ്ത് അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻറ്റിമേറ്റ് ഒരു അടുപ്പം, ഒരു നമ്മുടെ ബോഡി ആൻഡ് സോൾ ഒരു അടുപ്പം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. പോംസ് ഇൻസ്പയർഡ് ബൈ റിയൽ പീപ്പിൾ ആൻഡ് ദെയർ സ്ട്രഗിൾസ് were displayed on the walls of all buildings, literally bringing poetry into the lives of those it portrayed. അതുപോലെ അവരുടെ കവിതകൾ സാധാരണ ജീവിതത്തിലെ ആളുകളെ സ്വാധീനം കൊണ്ടാണ് അവർ എഴുതിയിട്ടുള്ളത്. അതായത് സാധാരണ ജീവിതത്തിലെ ആളുകളുടെ ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതവും അവരുടെ അനുഭവങ്ങളുമാണ് അവരുടെ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പഴയ ബിൽഡിങ്ങിൽ ആ കവിതകളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കവിതനെ ഈ ഒരു കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇത് ചെയ്തിരിക്കുന്നത്. Among people she wrote about were Chandralekha, an elderly papadam maker whose dying craft symbolized the loss of traditional skills. അപ്പോൾ ഒരുപാട് ആളുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഇതിൽ എഴുതിയിട്ടുണ്ട്. അതിലൊരാളാണ് ചന്ദ്രകല. അവരൊരു പപ്പടം മേക്കറാണ്, പപ്പടം ഉണ്ടാക്കുന്ന ആളാണ്. അതായത് ഈ ഒരു കല, പപ്പടം മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ട് ഉള്ള ഈ ഒരു കല നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മുറുകെ പിടിക്കുന്ന ഒരു സ്ത്രീയാണ് ചന്ദ്രകല. മൈമുണ്ണി അലി അലിക്ക, എ ഫിഷ് സെല്ലർ ആൻഡ് ഫോമർ ബോർഡ് വർക്കർ സ്കയർഡ് ഡ്യൂറിങ് ദ 1953 വർക്കേഴ്സ് സ്ട്രഗിൾ. അടുത്ത ആളാണ് മൈമുണ്ണി അലിക്ക എന്ന് പറയുന്നത്. ഒരു മീൻ കച്ചവടക്കാരനാണ്. അതുപോലെ ഒരു മുന്നേ ഒരു ബോട്ട് ഒക്കെ ഓടിച്ചിരുന്ന ആളാണ്. 1953 തൊഴിലാളി സമരത്തിൽ മുറിവൊക്കെ പറ്റിയിട്ടുള്ള ആളാണ് ഈ മൈമുണ്ണി അലി. അതുപോലെ സാറ കൊഹൻ, എ 94-year-old Jewish woman mourning the disappearance of her community, and ഇസ്മായിൽ, an aging ഗുണ്ട whose life eluded poetic capture. അതുപോലെ 94 year ആയിട്ടുള്ള ഒരു ജൂയിഷ് വുമനാണ് സാറ കൊഹൻ. അവരെയും അതിൻ്റെ സമുദായം നഷ്ടപ്പെട്ടതിൽ വിലപിക്കുന്ന ഒരു സ്ത്രീയാണ്. വേറൊരാളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഇസ്മായിൽ, ഒരു വയസ്സായിട്ടുള്ള ഒരു ഗുണ്ടയാണ്. കവിതയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന, അതിലൊന്നും അവരുടെ ലൈഫൊന്നും കൊടുക്കാത്ത ഒരാളാണ് ഈ ഒരു ഇസ്മായിൽ. Through these encounters, Mattancherry became not just a subject but a living experience that redefined Thambi's understanding of identity, art and empathy. അപ്പോൾ ഈ ആളുകളുമായിട്ടുള്ള കണ്ടുമുട്ടലിലൂടെ മട്ടാഞ്ചേരി എന്ന് പറയുന്നത് വെറും ഒരു വിഷയം മാത്രമല്ല, അതിലുപരിയായിട്ട് ഒരുപാട് ആളുകളുടെ ജീവിത അനുഭവങ്ങൾ കൂടിയാണ് മട്ടാഞ്ചേരി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എഴുത്തുകാരിയുടെ ഐഡൻറ്റിറ്റി, അതുപോലെ ആർട്ട് ആൻഡ് എംപതി, ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഒന്നും കൂടി റീഡിഫൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. ദ ടൗൺ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ തോട്ട് ഹർ ദാറ്റ് പോയട്രി അറൈസസ് നോട്ട് ഫ്രം ഇമാജിനേഷൻ അലോൺ ബട്ട് ഫ്രം ജെനുവിൻ ഹ്യൂമൻ കണക്ഷൻ ആൻഡ് ഷെയർഡ് ഹിസ്റ്ററി. അതുപോലെ അവിടുത്തെ ആ ഒരു ടൗണും അവിടുത്തെ ആളുകളും നമ്മുടെ അനിത തമ്പിയെ പഠിപ്പിച്ചത്